എന്റെ സ്ഥലത്തിന്റെ കടം വീട്ടാൻ ഇനി എന്ത് ചെയ്യും മോനെ? അതിനൊക്കെ എന്തെങ്കിലും വഴിയുണ്ടാക്കും മുത്തശ്ശി. അന്വേഷണം നടക്കുന്നുണ്ട്. കാശ് കട്ടവനെ ഉടനെ കണ്ടുപിടിക്കും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരായാലും അവരനുഭവിക്കേണ്ടി വരും. കഴുത്തിന് മേളില് തല കാണില്ല ഒന്നിന്റെ. ഓ, കൊല്ലുന്ന ഭീഷണി? നീ അതും അതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. കാശ് കൊണ്ടുപോയവർക്കും അറിയായിരിക്കുമല്ലോ നിന്റെ ഈ സ്വഭാവം. അതുകൊണ്ട് അവര് ഒരുങ്ങി തന്നെ ആയിരിക്കും. എന്തായാലും നിനക്കും നിന്റെ അമ്മയ്ക്കും ഇതുപോലൊരു തിരിച്ചടി കിട്ടിയതില് എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. നീ അത് അർഹിക്കുന്നതാ. അല്ല, 30 ലക്ഷം പോയതിൽ നീ എന്തിനാ ദുഃഖിക്കുന്നെ? നീ കോടീശ്വരനല്ലേ, അതങ്ങ് മറന്നേക്കേ. അഹമ്മദി കണ്ടില്ലേ അവളുടെ? ഇവളാണോ മോനെ ഇതിന്റെ പിന്നില്? ആരായാലും ഞാൻ കണ്ടുപിടിക്കുമേ. അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യും. അതെ ഞാനിപ്പോ പറയുന്നു. അതെ, അച്ഛനറിഞ്ഞോ? ആകെ പ്രശ്നമായിട്ട് നിൽക്കുവാ. ശരത്തേട്ടന്റെ അമ്മയുടെ കയ്യിന്നേ 30 ലക്ഷം ആരോ എടുത്തോണ്ട് പോയിന്ന്. ആരോ അല്ല, ചെയ്താരാന്ന് എനിക്കറിയാം. ഇരുട്ടും പരുന്തുവാ. അവരത് ചെയ്യണമെങ്കിലേ അതാര് പറഞ്ഞിട്ടാണെന്ന് അറിയാമല്ലോ. ദേവിയേട്ടത്തി ഇവരാ ഇതിന്റെ എല്ലാം പിന്നിൽ. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോഴേ അത് തെളിയിക്കാനുള്ള ശേഷിയും കൂടി ഉണ്ടായിരിക്കണം. ഞാനാണ് കാശ് എടുത്തത് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ കയ്യില്? നിങ്ങൾ തന്നെ. അതിലെനിക്ക് ഒരു സംശയമില്ല. ഞാനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അതെനിക്കറിയാം. എങ്ങനെ അറിയാം? അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. അത് ശരിയല്ലല്ലോ ശരത്തെ. ദേവികമോളാണ് ചെയ്തെങ്കിൽ നീ അത് തെളിയിക്കണം. അതല്ലേ മോനെ ആണത്തം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കാം.